സഖ്യസാഹിതി ക്രിയേഷൻസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് സഖ്യസാഹിതിയിൽ ഒരു കുട്ടിക്കഥയാവട്ടെ. ആരുടെ കഥയാണെന്നോ? തെന്നാലി രാമകൃഷ്ണന്റെ കഥ പറയാം നമുക്ക്. ആരാണ് തെന്നാലി രാമൻ? എങ്ങനെയാണ് തെന്നാലി രാമന് വിദൂഷക പട്ടം കിട്ടിയത്? നമുക്ക് നോക്കാം. തെന്നാലി രാമകൃഷ്ണൻ ആന്ധ്രാപ്രദേശിലെ തെന്നാലി എന്ന ഗ്രാമത്തിലാണ് ജനിച്ചത്. ബാല്യത്തിലെ പിതാവിനെ നഷ്ടപ്പെട്ടതിനാൽ ദാരിദ്ര്യത്തിൽ വളർന്നു. അദ്ദേഹത്തിന്റെ പേര് രാമകൃഷ്ണൻ എന്നായിരുന്നു. പഠനത്തിൽ വളരെ മുന്നിലല്ലെങ്കിലും അസാധാരണമായ ബുദ്ധിശക്തിയും ഹാസ്യബോധവും അദ്ദേഹത്തിനുണ്ടായിരുന്നു. ഒരു കഥ ഇപ്രകാരം പറയപ്പെടുന്നുണ്ട്. കാളിദേവിയുടെ അനുഗ്രഹം ലഭിച്ചതിന് ശേഷമാണ് തെന്നാലി രാമകൃഷ്ണന് അതുല്യമായ വാക്ചാതുര്യവും വിവേകവും ലഭിച്ചതെന്ന്. അതിനുശേഷം ജീവിതം മുഴുവൻ ബുദ്ധിയും ചിരിയും ആയുധമാക്കി മുന്നേറി. നമുക്ക് തെന്നാലി രാമകൃഷ്ണന്റെ കഥയിലേക്ക് പോകാം. അതിനു മുൻപ് എന്ത് വേണം? ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഇഷ്ടപ്പെട്ടാലോ ലൈക്കും കമന്റും ഷെയറും തന്ന് സഖ്യസാഹിതിയെ സപ്പോർട്ട് ചെയ്യണം അല്ലേ? പണ്ടൊരിക്കൽ തെന്നാലിയിൽ കൊടും വരൾച്ച അനുഭവപ്പെട്ടു. മഴ പെയ്തിട്ട് മാസങ്ങളായി. കുളങ്ങളും കിണറുകളും വറ്റിവരണ്ടു. കുടിവെള്ളം കിട്ടാതെ ജനങ്ങൾ പൊറുതിമുട്ടി. പലരും തെന്നാലി ഉപേക്ഷിച്ചു പോകാൻ തുടങ്ങി. അങ്ങനെയിരിക്കെ ഒരു ദിവസം ഒരു സന്യാസി തെന്നാലിയിലെത്തി. മറ്റേതോ ദേശത്തുകാരനാണ് അയാൾ. ആശ്ചര്യമെന്ന് പറയട്ടെ, സന്യാസിയോടൊപ്പം നാട്ടിൽ മഴയും എത്തി. ചെറിയ മഴയല്ല, ഇടിയും മിന്നലുമുള്ള മഴ. ജനങ്ങൾക്കുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. എത്ര ദിവ്യത്വമുള്ള ആളാണ് സന്യാസി! അദ്ദേഹം നാട്ടിൽ വന്നതേയുള്ളൂ, മഴയും എത്തി. തെന്നാലി നിവാസികൾ ഭക്തിയാദരപൂർവം സന്യാസിയുടെ കാൽക്കൽ കുമ്പിട്ടു. പക്ഷെ രാമൻ മാത്രം സന്യാസിയുടെ കാൽക്കൽ കുമ്പിട്ടില്ല. അവനെക്കുറിച്ച് മറ്റെല്ലാവർക്കും പുച്ഛം തോന്നി. പൂരുത്തം കെട്ട ചെറുക്കൻ, വകതിരിവില്ലാത്തവൻ, ഇവനെപ്പോലുള്ളവർ നാടിന് തന്നെ നാണക്കേടാണ്. അവർ രാമൻ കേൾക്കെ പറഞ്ഞു. പുച്ഛത്തോടെയാണ് രാമൻ സന്യാസിയെ നോക്കിയത്. രാമൻ സന്യാസിയോട് ചോദിച്ചു, അല്ലയോ സന്യാസി വര്യ, പനമരം എങ്ങനെയുണ്ട്? രാമന്റെ ചോദ്യം കേട്ടപ്പോൾ ആളുകൾക്ക് നീരസമാണ് തോന്നിയത്. പനമരം എങ്ങനെയുണ്ട് പോലും? നല്ല ചോദ്യം, അതും ദിവ്യശക്തിയുള്ള സന്യാസിയോട്. രാമന്റെ ചോദ്യം കേട്ട് സന്യാസി പുഞ്ചിരി തൂകി. രാമനെ നോക്കി തലകുലുക്കി, എന്തോ സമ്മതിക്കുന്ന മട്ടിൽ. ജനം ഇതെല്ലാം കണ്ടുകണ്ട് പകച്ചു നിന്നു. രാമൻ ഉറക്കെ പറഞ്ഞു, പണ്ടൊരിക്കൽ ഒരു കാക്ക പറന്നു തളർന്നു വരികയായിരുന്നു. അവൾക്ക് എവിടെയെങ്കിലും ഇരിക്കണമെന്ന് തോന്നി. അവൾ ഒരു പനമരത്തിൽ ചെന്നിരുന്നു. ആ നിമിഷത്തിൽ എങ്ങനെയോ ഒരു പനങ്ക താഴെ വീണു. പനയുടെ ചുവട്ടിൽ കുറച്ച് ആളുകൾ ഇരിപ്പുണ്ടായിരുന്നു. അവർ തീർച്ചയാക്കി പനങ്ക വീഴാൻ കാരണം കാക്കയാണെന്ന്. ഇത് അന്ധവിശ്വാസമല്ലാതെ മറ്റെന്താണ്? ഈ കഥ കൂടി കേട്ടപ്പോൾ ജനങ്ങൾ രാമനെ കൂടുതൽ പുച്ഛിച്ചു. സന്യാസി രാമനെ വിളിച്ചു വളരെ സൗമ്യമായി പറഞ്ഞു, നിന്റെ ബുദ്ധിശക്തിയെ ഞാൻ അഭിനന്ദിക്കുന്നു. ഞാൻ നിനക്ക് ചില ഉപദേശങ്ങൾ തരാം. അപ്രകാരം നീ ചെയ്യണം. നീ കെങ്കേമനാകും. സന്യാസിക്ക് കാളിമന്ത്രം നല്ല വശമാണ്. സന്യാസി രാമനെ കാളിമന്ത്രം പഠിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, ദിവസവും കാളീക്ഷേത്രത്തിൽ പോയി ഈ മന്ത്രം ജപിക്കണം. കാളിദേവി പ്രസാദിക്കും, നിന്നെ അനുഗ്രഹിക്കും. സന്യാസി രാമനെ അനുഗ്രഹിച്ചു വിട്ടു. കാളിമന്ത്രം രാമൻ മനഃപ്പാഠമാക്കി. രാത്രിയിൽ കാളീക്ഷേത്രത്തിൽ ചെന്ന് മന്ത്രം ജപിക്കാൻ തുടങ്ങി. അർദ്ധരാത്രിയായി. ഭയാനകമായ അന്തരീക്ഷം. നിശബ്ദതയെ ഭഞ്ജിച്ചുകൊണ്ട് അന്തരീക്ഷത്തിൽ രാമന്റെ മന്ത്രോച്ചാരണം അലയടിച്ചുകൊണ്ടിരുന്നു. പെട്ടെന്ന് ഒരു ഭയങ്കര രൂപം വല്ലാത്ത ശബ്ദത്തോടെ രാമന്റെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടു. സാക്ഷാൽ കാളീദേവി. 1000 മുഖങ്ങളുണ്ട് ദേവിക്ക്. അതിലെ 1000 വായുകളും പിളർന്നിരിക്കുന്നു. നീണ്ട പല്ലുകൾ, 1000 ജോഡി കണ്ണുകൾ. അവയെല്ലാം തീപ്പൊരി ചിതറുന്നുണ്ടായിരുന്നു. ആര് കണ്ടാലും വിറച്ചു പോകും. പക്ഷേ രാമന് യാതൊരു കുലുക്കവുമില്ലായിരുന്നു. രാമൻ ഭയന്നില്ല. യാതൊരു അസാധാരണത്വവും രാമന് തോന്നിയില്ല. ചെറുപുഞ്ചിരിയോടെ രാമൻ ഇരുന്നു. നീ എന്താണ് ചിരിക്കുന്നത്? അല്പം നീരസം ഭാവിച്ചുകൊണ്ട് ദേവി ചോദിച്ചു. ഞാനൊരു കാര്യമോർത്ത് ചിരിച്ചുപോയതാണ്. എനിക്ക് എപ്പോഴും ജലദോഷം വരാറുണ്ട്. ജലദോഷം വരുമ്പോൾ മൂക്കിലൂടെ വരുന്ന നീരൊലിപ്പ് തൂക്കാൻ ഞാൻ വല്ലാതെ ബുദ്ധിമുട്ടാറുണ്ട്. ദേവിക്ക് 1000 മൂക്കുണ്ടെങ്കിലും 2 കൈകളല്ലേ കാണുന്നുള്ളൂ. 1000 മൂക്കുള്ള ദേവിക്ക് ജലദോഷം വരുമ്പോൾ 2 കൈകൾ കൊണ്ട് എങ്ങനെ 1000 മൂക്ക് തുടയ്ക്കുമെന്ന് ആലോചിച്ച് അടിയൻ ചിരിച്ചുപോയതാ. രാമൻ ഉത്തരം നൽകി. രാമന്റെ മറുപടി കേട്ടപ്പോൾ ദേവി പോലും ചിരിച്ചുപോയി. രാമനെ ദേവിക്ക് ഇഷ്ടമായി. ദേവി
2 സ്വർണ്ണ കിണ്ണങ്ങൾ രാമന് നീട്ടി. എന്നിട്ട് പറഞ്ഞു, രാമാ, ഒരു കിണ്ണത്തിൽ ധനമാകുന്ന പാലാണ്, മറ്റേതിൽ ജ്ഞാനമാകുന്ന പാലും. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിനക്ക് സ്വീകരിക്കാം, ഒന്ന് മാത്രം. പറയുന്നതൊന്നും അപ്പാടനുസരിക്കുന്ന ശീലക്കാരനല്ലല്ലോ നമ്മുടെ രാമൻ. രാമൻ ഉടൻ ചോദിച്ചു, ദേവി, അടിയനൊരു സംശയം. ധനം പുളിക്കുമെന്ന് പഴമക്കാർ പറയാറുണ്ടല്ലോ, എന്താണതിന്റെ അർത്ഥം? ധനം തേടാനുള്ള മാർഗം നല്ലതല്ലെങ്കിൽ അതുകൊണ്ടാണ് ധനം പുളിക്കുമെന്ന് പറയുന്നത്, ദേവി വ്യക്തമാക്കി. 2 കിണ്ണങ്ങളിലെയും സാദറിയാതെ അടിയൻ എങ്ങനെ സ്വീകരിക്കും? രാമന് സംശയമായി. അതിന് ദേവി ഒരു മാർഗം നിർദ്ദേശിച്ചു. രാമാ, ഒരു വിരൽ തൊട്ട് 2 കിണ്ണങ്ങളിലെയും പാലിന്റെ സ്വാദും ഗുണവും അറിയൂ. ദേവി കിണ്ണങ്ങൾ രാമനെ ഏൽപ്പിച്ചു. കിണ്ണം വാങ്ങിയിട്ട് രാമൻ എന്തു ചെയ്തുവെന്നോ? ഞൊടിയിടയിൽ 2 കിണ്ണത്തിലെയും പാല് കുടിച്ചു. ദേവി, അടിയനോട് ക്ഷമിക്കണം. അടിയന് ധനവും വിജ്ഞാനവും വേണം. 2ഉം ഉണ്ടെങ്കിലേ ലോകജീവിതം സുഖകരമാവൂ. രാമൻ വിനയാന്വിതനായി പറഞ്ഞു, എന്തൊരു കുസൃതിക്കാരനാണ് നീ! ഒന്നിനു പകരം 2ഉം കുടിച്ചു. അതിനുള്ള ശിക്ഷയായി നീ ഒരു വികടകവിയായി തീരട്ടെ, ദേവി കൽപ്പിച്ചു. ദേവി, അങ്ങനെ പറയരുത്. അടിയന് വികടകവിയായാൽ മാത്രം പോരാ, കവിയുമാവണം. പോരെങ്കിൽ അവിടുന്ന് കുറ്റക്കാരിയാണ്. ആ 2 കിണ്ണവും കയ്യിൽ പിടിച്ചതിന്റെ അർത്ഥം 2നും തുല്യമായ പ്രാധാന്യമെന്നല്ലേ? ദേവിക്ക് ഉത്തരമുട്ടി. ദേവി പറഞ്ഞു, ശരി, നീ ഒരേ സമയത്ത് കവിയും വികടകവിയും ആകും. പക്ഷേ അടുത്ത തലമുറകൾ നിന്നെ അറിയുന്നത് ഒരു കവിയായിട്ടല്ല, മറിച്ച് ഒരു വിദൂഷകനായിട്ടായിരിക്കും. ഇത്രയും പറഞ്ഞിട്ട് ദേവി അപ്രത്യക്ഷയായി. രാമൻ നാട്ടിലേക്ക് മടങ്ങി. ദേവി രാമന്റെ അകക്കണ്ണുകൾ തുറന്നു. രാമൻ പ്രഗത്ഭനായി വളർന്നു. കൊട്ടാരത്തിലെ അന്തേവാസിയാകുക എന്നത് രാമന്റെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. അതിനായി രാമൻ പല ശ്രമങ്ങളും നടത്തി. ഒന്നും ഫലം കണ്ടില്ല. എങ്കിലും എന്നെങ്കിലും അത് സാധിക്കുമെന്ന ഉറച്ച വിശ്വാസത്തിലായിരുന്നു രാമൻ. ഇടയ്ക്കിടെ കൊട്ടാരത്തിൽ പണ്ഡിത സദസ്സുകൾ നടത്താറുണ്ട്. രാജ്യത്തിന്റെ നാനാഭാഗത്തു നിന്നും പേരുകേട്ട പണ്ഡിതന്മാർ ഒത്തുചേരും. വലിയ വലിയ കാര്യങ്ങളെക്കുറിച്ചാണ് അവിടെ ചർച്ച നടക്കുക. ചിലപ്പോൾ വാഗ്വാദങ്ങളും ഉണ്ടാകും. ദർബാർ ഹാളിലാണ് സദസ്സ് ചേരുക. പണ്ഡിത സദസ്സ് കൂടിയിരുന്ന ഒരു ദിവസം രാമനും ദർബാർ ഹാളിലേക്ക് കയറി. സദസ്സിന്റെ ഏറ്റവും പിറകിലായിരുന്നു. ഹാൾ നിറയെ ശ്രോതാക്കൾ ഉണ്ടായിരുന്നു. മായയെക്കുറിച്ചായിരുന്നു അന്നത്തെ വാഗ്വാദം. പണ്ഡിതന്മാർ ഓരോരുത്തരായി അവരുടെ വാദമുഖങ്ങൾ അവതരിപ്പിച്ചു. ഒരു പണ്ഡിതൻ ആവേശഭരിതനായി സംസാരിച്ചു. ഈ ലോകം മായയാണ്, മായയല്ലാതെ മറ്റൊന്നില്ല. ഇന്ദ്രിയങ്ങൾ മൂലം നാം ഏതും ഗ്രഹിക്കുന്നുണ്ടല്ലോ, എന്നാൽ നാം ഒന്നും ഗ്രഹിക്കുന്നില്ല എന്നതാണ് സത്യം. എല്ലാം ഒരു തരം നിരർത്ഥകമായ തോന്നലുകളാണ്. നാം ഒരുവനെ കാണുന്നു എന്ന് വിചാരിക്കുക, അയാൾ പറയുന്നത് കേൾക്കുമെന്ന് വിചാരിക്കുക, മറക്കുന്നുവെന്ന് വിചാരിക്കുക, ജയിക്കുന്നുവെന്ന് വിചാരിക്കുക. പക്ഷെ നാം വിചാരിക്കുന്നതൊന്നും കേൾക്കുന്നില്ല, മണക്കുന്നില്ല, ജയിക്കുന്നില്ല. എല്ലാം മായയാണ്, വെറും തോന്നൽ, ഒരു സങ്കല്പം മാത്രമാണ്. പണ്ഡിതന്റെ വാദമുഖങ്ങൾ കേട്ട് അവിടെ കൂടി നിന്നവർ തലകുലുക്കി. എന്തൊരു വലിയ തത്വജ്ഞാനി, അപാരം തന്നെ! ജനങ്ങൾ അത്ഭുതം പ്രകടിപ്പിച്ചു. ചക്രവർത്തി ചുറ്റും നോക്കി. തന്റെ പണ്ഡിത സദസ്സിലെ ആരെങ്കിലും ഇദ്ദേഹത്തെ തർക്കിച്ച് തോൽപ്പിക്കുമെന്ന് കരുതി. പക്ഷെ ആരും പണ്ഡിതന്റെ വാദങ്ങളെ എതിർത്ത് സംസാരിച്ചില്ല. ചക്രവർത്തിക്ക് ആകെ നാണക്കേടായി. അദ്ദേഹം അവിടെ നിന്ന് വിയർത്തു കുളിച്ചു. ഇത് തന്നെ പറ്റിയ സന്ദർഭം. ചക്രവർത്തിയെ രക്ഷിക്കാൻ രാമൻ മുന്നോട്ട് വന്നു. രാമൻ തന്റെ വാദങ്ങളെ നിരത്തി. സുഹൃത്തുക്കളെ, ഇവിടെ പണ്ഡിതൻ പറഞ്ഞത് വിചാരങ്ങളാണ്. മനുഷ്യർക്ക് സുഖവും ദുഃഖവും നൽകുന്നുവെന്നാണ്. ഭക്ഷണം കഴിക്കുമ്പോൾ ഭക്ഷിക്കുകയല്ല, ഭക്ഷിക്കുകയെന്ന് വിചാരിക്കുന്നു. ഇതാണല്ലോ പണ്ഡിതന്റെ അഭിപ്രായം. അത് ശരിയാണോ? നമുക്കത് പരീക്ഷിച്ചറിയണം. ചക്രവർത്തി തിരുമനസ്സുകൊണ്ട് നമുക്ക് വിഭവസമൃദ്ധമായ സദ്യ നടത്തുന്നുണ്ടല്ലോ. നാം എല്ലാവരും അത് ഭക്ഷിക്കുക. പണ്ഡിതൻ അത് ഭക്ഷിക്കാതിരിക്കട്ടെ. അദ്ദേഹം അത് ഭക്ഷിക്കുന്നതായി വിചാരിച്ചു കൊള്ളട്ടെ. അദ്ദേഹത്തിന്റെ വിശപ്പ് മാറുമോ? സദസ്യർ പൊട്ടിച്ചിരിച്ചു. പണ്ഡിതന് ഒന്നും പറയാനില്ലായിരുന്നു. ചക്രവർത്തിക്ക് ആശ്വാസമായി. രാമൻ തന്റെ മാനം രക്ഷിച്ചു. ചക്രവർത്തി രാമനെ അഭിനന്ദിച്ചു. അനേകം സ്വർണ്ണ നാണയങ്ങൾ സമ്മാനമായി കൊടുത്തു. രാമാ,
ഞാൻ നിങ്ങളെ കൊട്ടാരം വിദൂഷകനായി നിയമിച്ചിരിക്കുന്നു. ചക്രവർത്തി അറിയിച്ചു. രാമനുണ്ടായ സന്തോഷത്തിന് അതിരില്ലായിരുന്നു. തന്റെ ചിരകാല അഭിലാഷം സാധിച്ചിരിക്കുന്നു. എല്ലാം ദേവിയുടെ അനുഗ്രഹം. കുട്ടികളെ, കഥ ഇഷ്ടമായോ? എന്നാൽ നമുക്ക് അടുത്ത രാമന്റെ കഥകളുമായി വീണ്ടും കാണാം.